നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. വിവിധ ജില്ലകളിൽ ഇപ്പോൾ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശം. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് കോവിഡ് കേസുകൾ വർധനവ് 5755 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 4 പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നു. കേരളത്തിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും 6 മരണം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ കോവിഡ് കേസുകൾ 2000-ലേക്ക് കടക്കുന്നു. നിലവിൽ 1806 പേർക്കാണ് ആക്റ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒറ്റ ദിവസം 127 പേരുടെ വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് ജില്ലയിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. ജില്ലയിൽ ഇതുവരെ 18 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 7 കോവിഡ് കേസുകൾ ജില്ലയിലുണ്ട്. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്ക വേണ്ട എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡിന്റെ പുതിയ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലായതിനാൽ അധികം ആളുകളിലേക്ക് പകരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കണം. ആശുപത്രികൾ, അങ്ങാടികൾ, കൂടുതൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ധരിക്കണം. കൈകൾ സോപ്പ്, സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകണം. സാമൂഹിക അകലം പാലിക്കുകയും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ആശുപത്രികളിലെ രോഗി സന്ദർശനങ്ങൾ അത്യാവശ്യത്തിന് മാത്രമാക്കുക. ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പോകുന്നവർ കോവിഡ് പ്രതിരോധ മാർഗങ്ങളായ മാസ്ക് ധരിക്കൽ, സാനിറ്റൈസർ ഉപയോഗിക്കൽ, മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കൽ എന്നിവ ശ്രദ്ധിക്കണം. മറ്റു രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവരിൽ കോവിഡ് വകഭേദം ഗുരുതരമാകാൻ സാധ്യതയുള്ളത് SMS സംവിധാനം, അതായത് സോപ്പ്, മാസ്ക്, സാമൂഹിക അകലം എന്നിവയിൽ വിട്ടുവീഴ്ച വരുത്തരുത്. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, ശരീരവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ചികിത്സ തേടണം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായി മോക്ക് ഡ്രില്ലുകൾ നടത്തിയത്. ആശുപത്രികളിലെ തയ്യാറെടുപ്പ്, ഓക്സിജൻ സപ്ലൈ, അവശ്യ മരുന്നുകളുടെ ലഭ്യത, വെന്റിലേറ്ററുകളുടെ ലഭ്യത എല്ലാം തന്നെ പരിശോധിക്കുന്ന ഒരു മോക്ക് ഡ്രില്ലാണ് നടത്തിയത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.